ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചു. ടി.ജി. മോഹൻദാസിനെതിരെ കേസ്. സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം ഉൾപ്പെടെ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇത്തരം വിഷനാവുകളെ അപ്പോൾ തന്നെ പിഴുതു മാറ്റുക എന്നതാണ്. അതിനൊരു പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചു. അത് തന്നെ വലിയ രീതിയിൽ വിമർശനത്തിനിടയാക്കി. ഇത്തരം കാര്യങ്ങളിൽ കേസ് വന്നാലുടൻ, അതും യൂത്ത് കോൺഗ്രസ്, DYFI, ASF ഇവരെല്ലാവരും ഒരുമിച്ചാണ് പരാതി കൊടുത്തത്. RSSന് പോലും ഈ ടി.ജി. മോഹൻദാസിനെ വേണ്ട. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ, പോലീസ് ആദ്യം അന്വേഷിച്ചിട്ട് മതി എന്നൊക്കെ ഒരു തീരുമാനമെടുത്തത്. വിമർശനങ്ങൾക്ക് അത് ഇടയാക്കി. പക്ഷേ ഇപ്പോൾ ഇതാ കേസെടുക്കാൻ തീരുമാനിച്ചോ? ടി.ജി. മോഹൻദാസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ടി.ജി. മോഹൻദാസിനെതിരെ കേസ് എടുത്തത്. നേരത്തെ ടി ജിസ്മോൻ AYFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ആഭ്യന്തരമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. PK പ്രകാശ് IG സൈബർ വിഭാഗമാണ് അന്വേഷണം നടത്തുന്നത്. ഇന്നലെ തന്നെ രാത്രിയോടെ കേസ് രജിസ്റ്റർ ചെയ്തതാണ് സൈബർ പോലീസ് അറിയിക്കുന്നത്. കലാപാഹ്വാനം, അധിക്ഷേപം എന്നീ വകുപ്പുകൾ ചേർത്ത് തന്നെയാണ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തത്. യൂട്യൂബർ കൂടിയായ ടി.ജി. മോഹൻദാസ് തൻ്റെ യൂട്യൂബർ ചാനലിലൂടെയാണ് ഇത്തരം അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞത്. ദില്ലിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചു. അവിടെ സമരം നടത്തിയ വിദ്യാർത്ഥിനികളെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ചു. കലാപത്തിന് ആഹ്വാനം ചെയ്തു. അവിടെ ചുമതല ലഭിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നടക്കമുള്ള കലാപാഹ്വാനം നടത്തി എന്നീ കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയത്. വലിയ രീതിയിൽ സംഘർഷമുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന പരാമർശങ്ങൾ ടി.ജി. മോഹൻദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് പരാതിയിൽ ടി ജിസ്മോൻ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലൊപ്പം പുരോഗമന കലാസാഹിത്യ സംഘം, അതുപോലെ അങ്ങനെ നിരവധി സാംസ്കാരിക പ്രവർത്തകരടക്കം നിരവധി സംഘടനകളും വ്യക്തികളും ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട പരാതിയുമായി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും സമീപിച്ചിരുന്നു. ഒടുവിൽ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇനി മറ്റ് നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ടി.ജി. മോഹൻദാസിനെ RSS നേതൃത്വം കൈവിട്ടതാണ്. ടി.ജി. മോഹൻദാസിന്റെ ഇത്തരം പരാമർശങ്ങളെ അവർ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം വിദ്യാർത്ഥിനികളെയൊക്കെ എത്രയും മോശമായ രീതിയിൽ അധിക്ഷേപിച്ചു എന്ന് തന്നെയാണ് ഈ ഇത്തരം വിമർശനങ്ങൾക്കും പരാതികൾക്കും ഇടയാക്കിയത്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത്തരം അധിക്ഷേപങ്ങൾ ടി.ജി. മോഹൻദാസ് ചൊരിഞ്ഞത്. അത് ദില്ലിയിലെ സമരത്തിനെതിരെയാണ്. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്തരം പരാമർശങ്ങൾ ടി.ജി. മോഹൻദാസിനെതിരെ ഉണ്ടായത്. പൊതുസമൂഹത്തിൽ വലിയ ആക്ഷേപവും പരാതിയും പ്രതിഷേധവും ഒക്കെ ടി.ജി. മോഹൻദാസിനെതിരെ അതിനോടകം തന്നെ ഉയർന്നിരുന്നു. പോലീസ് എന്തുകൊണ്ട് കേസെടുക്കാൻ വൈകുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ യൂത്ത് കോൺഗ്രസിൽ നിന്നടക്കം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉടനടി നടപടി ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള ഈ പ്രായം ചെന്ന അണ്ണന്മാർക്ക് ഈ സമരം ചെയ്യാൻ വരുന്ന ഈ ന്യൂജൻസിയിലെ പിള്ളേരെ കണ്ടിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല. അവരിട്ടിരിക്കുന്ന വസ്ത്രം, അതിൻ്റെ അളവിനെക്കുറിച്ച് പറയുക, അത് കൊച്ചു പെൺകുട്ടികളുടെ ശരീരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ ഇങ്ങനെയൊക്കെ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ മക്കളും കൊച്ചുമക്കളും ഒന്നുമില്ലേ? അതിനുശേഷം പറയാണ് അവിടെ കൂടിയിരിക്കുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ, അവരെല്ലാവരും ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹമുള്ള മതേതര സ്ത്രീകളാണ് എന്നുള്ളത്. സമരം ചെയ്യാൻ പോകുന്നവരെല്ലാവരും ബലാത്സംഗം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് വന്നു നിൽക്കുന്നു എന്ന മട്ടിലാണ് ഇയാൾ ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീ എന്ന് പറയുന്ന പ്രയോഗം തന്നെ എത്രമാത്രം അപകടകരമായ സ്റ്റേറ്റ്മെൻ്റാണ്. അങ്ങനെയുള്ള ഒരാളെ തൂക്കി പിടിച്ച് 10 ദിവസമെങ്കിൽ 10 ദിവസം ജയിലിൽ ഇട്ടേക്കണം. ഇതൊരു മുന്നറിയിപ്പായിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത്തരം വിഷനാവുകൾ വീണ്ടും പുറത്തിറങ്ങും. വിഷനാവുകൾ പുറത്തിറങ്ങി വിഷം തീണ്ടും. വാക്കുകൾ കൊണ്ടുള്ള ഈ വിഷം ചില ആളുകളെങ്കിലും ഏറ്റെടുക്കും. ഇതൊക്കെ കണ്ടിട്ട് രഹസ്യമായിട്ട് ചില ആളുകളൊക്കെ ഇരുന്ന് കൈയിടിക്കുകയും ചെയ്യും. അവർക്ക് വേണ്ടിയെങ്കിലും കേസ് ഇട്ട മാത്രയിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങ് പറഞ്ഞ് ഈ പറയുന്ന കക്ഷി ഇപ്പോൾ കേസെടുത്തല്ലോ, ഇനി അറസ്റ്റ് ചെയ്യുന്നതിന് സാങ്കേതികമായ തടസ്സമൊന്നുമില്ലല്ലോ. പെൺകുട്ടികളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ലേ ചെയ്തത്? CJPയുടെ ഭാഗമായി പ്രതിഷേധിക്കാനെത്തിയ കുട്ടികളെ, ഈ സമരത്തിനിറങ്ങുന്ന മതേതര വിഭാഗത്തിൽപ്പെട്ട വനിതകളെ ഒക്കെ അടച്ചാക്ഷേപിക്കുകയാണ്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയിരിക്കുന്നത് എന്തിൻ്റെ കേടാണ് ഇത്? ഈ സംഘപരിവാർ അടക്കമുള്ള സംഘടനകൾ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രായത്തിൻ്റെ ചില അസ്വസ്ഥതകളൊക്കെ ആണെങ്കിൽ അത് കൈ വെച്ചാൽ മതി, അത് ഇന്നാട്ടി നടക്കൂല എന്നുള്ളതാണ്. അപ്പോൾ 10 ദിവസമെങ്കിലും പിടിച്ച് അകത്തിടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് മതി ജാമ്യവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടത്. എന്തായാലും അല്പം വൈകി കേസെടുക്കാൻ, എങ്കിലും കേസെടുത്താൽ ഇനി മുൻകൂർ ജാമ്യത്തിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് പിടിച്ച് പൊക്കിയെടുത്ത് അകത്തിടുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള വഷളന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് മുന്നിൽ ഈ പോലീസ് സ്റ്റേഷൻ പിടിച്ചുകൊണ്ടിടേണ്ടത്. പോലീസ് സ്റ്റേഷൻ പിടിച്ചുകൊണ്ടിടുക എന്ന് പറയുന്നത് ശിക്ഷയല്ലെന്നറിയാം. പക്ഷേ എങ്കിലും
ഇത്തരം വിഷനാവുകൾക്ക് ധൈര്യം പകരുന്നത് ഇവരെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് കെട്ടഴിച്ചു വിടുമ്പോഴാണ്. ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു മനുഷ്യനാണ് താങ്കൾ. പ്രിയമുള്ളവരെ, സമയം 9 മണി കഴിഞ്ഞ് 40